ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു തൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇഹ്യയിൽ പറയുന്ന ഒരു ഹദീസ്, ഇദാ ദക്കറല്ലാഹ ഖലസ, ഒരാൾ അല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയാൽ അവൻ രക്ഷപ്പെട്ടു എന്ന ഒരു ഹദീസ്. ഇദാ ദക്കറല്ലാഹ്, അല്ലാഹ് എന്ന ഒരാൾ ഓർത്താൽ എന്നതിനർത്ഥമുണ്ട്. അള്ളാഹുവിനൊരു മനുഷ്യന് ഓർമ്മ വന്നാൽ എന്നർത്ഥമുണ്ട്. ഇദാ ദക്കറ അല്ലാഹ്, അല്ലാഹ് എന്ന ദിക്ർ ഒരാൾ ചൊല്ലിയാൽ ഖലസ, അവൻ രക്ഷപ്പെട്ടു. ഇമാം അബൂ ഹാമിദ് റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞ എല്ലാ ഹദീസുകളെയും വിമർശിച്ച ഒരാളുണ്ടായിരുന്നു, ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന ഒരാൾ. എന്നാൽ ഈ ഹദീസിൻ്റെ അവിടെ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിനെപ്പറ്റി എനിക്കൊന്നും പറയാൻ തോന്നണില്ല, എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് ആ ഹദീസ് എന്ന് പറഞ്ഞു. ഇദാ ദക്കറ അല്ലാഹ് ഖലസ്, ഖലസ് അല്ലാഹ് എന്ന് പറഞ്ഞവൻ കൈച്ചിലായി, അല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയവൻ രക്ഷപ്പെട്ടു എന്ന ഹദീസ്. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ പലപ്പോഴും പല വിമർശനങ്ങൾക്കും വിധേയമായി. ഇഹ്യാ ഉലൂമുദ്ദീൻ വരെ വിമർശനങ്ങൾക്ക് വിധേയമായി. അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു, പടച്ചോനെ ആരും വിമർശിക്കാത്ത ഒരു കിതാബ് എഴുതാനുള്ള തൗഫീക്ക് തരണേ എന്ന് പറഞ്ഞു. എന്ത് കാര്യം ചെയ്താലും ആരെങ്കിലും ഒരാൾ അതിനെതിരുണ്ടാവുമല്ലോ, എന്തെങ്കിലും ഉണ്ടാവും, എന്തെങ്കിലുമായിട്ട് പറയാനുണ്ടാവും. അപ്പോൾ ഗസാലി ഇമാം ദോർന്ന്, പടച്ചോനെ ആർക്കും ആക്ഷേപമില്ലാത്ത, ഒരു മനുഷ്യൻ്റെയും വിമർശനമില്ലാത്ത ഒരു കിതാബ് എഴുതാനുള്ള തൗഫീക്ക് തരണേ എന്ന് പറഞ്ഞു. അങ്ങനെ മഹാനവറുകൾ കൻസുൽ ആബിദീൻ എന്ന് പറയുന്നൊരു കിതാബ് എഴുതി. അതിനുശേഷം ഈ ദുആ കഴിഞ്ഞിട്ട് എഴുതി കൻസുൽ ആബിദീൻ. അതിൽ കുറച്ച് മുഖദ്ദിമ പറഞ്ഞു, പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആദ്യത്തെ അധ്യായമായി മഹാനവറുകൾ കൊണ്ടുവന്നത് ഇൽമിൻ്റെ ഫളായിലുകളാണ്. ഇൽമിൻ്റെ ഫളീലത്ത്, വിവരം ഉണ്ടാവുക എന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. വിവരം, വിജ്ഞാനം ഉണ്ടാകുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ കിതാബ് മഹാനവറുകൾ അവസാനിപ്പിക്കുന്നത് തൗബയുടെ ഫളായിലുകൾ പറഞ്ഞുകൊണ്ടാണ്. ഇൽമിനെ പറ്റി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു, തൗബയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.